ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫാത്തും വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഒരു ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവോള, 1.5 മുറി ടൊമാറ്റോ, ഒരു പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം വഴറ്റിയെടുക്കാം. വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മസാല ബീഫിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീഫ് വേകാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം.